ISLൽ ഇന്നലെ ATK മോഹൻ ബഗാനെ അവരുടെ തട്ടകത്തിൽ പോയി മുട്ടുകുത്തിച്ചപ്പോൾ പുതിയൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ച രസകരമായ കാര്യങ്ങളും ചില കണക്കുകളും പരിശോധിക്കാം. ഒന്നാമതായി മോഹൻ ബഗാനെതിരെയുള്ള വിജയത്തോടെ 12 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുകളുമായി ഈ വർഷത്തെ അവസാന മത്സരത്തിൽ വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കൂടാതെ 8 വിജയങ്ങളുമായി നിലവിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ വിജയം സ്വന്തമാക്കിയതും ബ്ലാസ്റ്റേഴ്സ് ആണ്. രണ്ടാമതായി ഹുവാൻ ഫെറാണ്ടോയുടെ മോഹൻ ബഗാനെതിരെ ISLൽ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ ഒരു വിജയം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന മോശം റെക്കോർഡുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 7ാം മത്സരത്തിൽ ആ ചരിത്രം തിരുത്തിക്കുറിച്ച് മോഹൻ ബഗാനെ അവരുടെ തട്ടകത്തിൽ മുട്ടുകുത്തിച്ച് ഇവാന്റെ കീഴിൽ 11 ISL ക്ലബ്ബുകൾക്കെതിരെയും വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മൂന്നാമതായി മത്സരത്തിൽ ഗോൾ നേടിയ ദിമി നിലവിൽ സീസണിൽ 7 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതാണ്. കൂടാതെ നിലവിൽ സീസണിൽ ദിമി ഗോൾ നേടിയ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല എന്ന റെക്കോർഡ് തുടരുകയാണ്. നാലാമതായി ലൂണയുടെ അഭാവത്തിൽ ലെസ്കോവിച്ച് ക്യാപ്റ്റനായ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റോടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഹാട്രിക് വിജയം സ്വന്തമാക്കിയത്. ഇന്നലത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായ ലെസ്കോവിച്ച് സെഡ്രിക് ഹെങ്ബർട്ടിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ വലിയേട്ടൻ എന്ന പേരിന് അർഹനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കൂടാതെ മിലോസ് ലെസ്കോവിച്ച് കോംബോ ഒരുമിച്ചിറങ്ങിയ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ അതും മോഹൻ ബഗാൻ മുംബൈ ഉൾപ്പെടെ 2 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് എതിരാളികൾക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടാനായത്. ശരിക്കും ഉറച്ച പാറ പോലെ ഗോൾ കീപ്പർ സച്ചിന് വലിയ രീതിയിലുള്ള ഒരു പരീക്ഷണം പോലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടില്ല. സച്ചി തുടർച്ചയായ 3 ക്ലീൻ ഷീറ്റും ടോട്ടൽ സീസണിൽ 5 ക്ലീൻ ഷീറ്റും നേടാനായിട്ടുണ്ട്. കൂടാതെ മത്സരത്തിലെ രസകരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ നിന്നും മറ്റൊരു സൂപ്പർ യുവ മിഡ്ഫീൽഡർ യോഹെംബ കൂടെ ഇന്നലെ ഡബ്യൂ ചെയ്തിരുന്നു. എക്സാറ്റ് വിപിനെ പോലെ ഒരു പ്രീസിയസ് ഡയമണ്ട് തന്നെയാണ് യോഹെംബ. ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഭാവി തന്നെയായിരിക്കും ഈ യുവതാരം. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രോഫി ഡ്രീം ഇവിടെ അവസാനിക്കുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സിനെ ഇൻസൾട്ട് ചെയ്ത് ഇന്നലെ മത്സരത്തിനിടയിൽ സ്റ്റേഡിയത്തിൽ മോഹൻ ബഗാൻ ആരാധകർ ഒരുക്കിയ ടിഫോ ഇറക്കിയതും മത്സരശേഷം സോഷ്യൽ മീഡിയയിൽ അവർ വാങ്ങിയ ഊക്കും ഇതുവരെ മോഹൻ ബഗാൻ ആരാധകരും ആ ടിഫോയും എയറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിച്ച ബംഗളൂരു, ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകൾക്കും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ ഇന്നലത്തെ മത്സരത്തിൽ 30,000 കാണികൾ കളി കാണാനെത്തിയപ്പോൾ അതിൽ പകുതിയിലധികം ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്ലാസ്റ്റേഴ്സ് എവിടെ പോയാലും അവിടെ ആരാധകരും ഉണ്ടാകും. അതാണ് മഞ്ഞപ്പട, ദ റിയൽ ഫാൻസ്.